ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഡേ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ രാത്രിയായിട്ടാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ രാത്രി ഞാൻ പൂരിയും ചിക്കൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ്. ദിവസം മുന്നേ എടുത്ത വീഡിയോ ഇത് എന്താ വെച്ചെങ്കിൽ 2 ദിവസം മുന്നേ നല്ല മഴയായിരുന്നു. ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയില്ല കേട്ടോ. ഇന്നലെ ഇന്ന് നല്ല വെയിൽ തന്നെ കേട്ടോ. മഴയെന്നല്ല പറയാനില്ല, നല്ല വെയിൽ തന്നെയാണ്. അപ്പം മഴ ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല കറിയും അപ്പൊക്കെ ഉണ്ടാക്കി തിന്നാന്ന് വെച്ചിട്ട് രാത്രി ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നത്. പൂരി തിന്നാലോ? പോണോ? ഏത് കറിയുണ്ട്? വേണം. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഇതാണ് കേട്ടോ അവസ്ഥ. ഇനി ഇങ്ങനത്തെ കറി ഉണ്ടാക്കിയും അപ്പം ഉണ്ടാക്കിയും ഓൻ്റെ അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. ഓനക്ക് വിചാരിച്ചാൽ മാത്രം ഓൻ തിന്നും. അങ്ങനെ രാവിലെ മദ്രസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 ദിവസം മദ്രസ ഒന്നും ഉണ്ടായിട്ടാ, ലീവ് മഴയൊക്കെ ആയതുകൊണ്ട് മദ്രസിന് കളക്ടർ ലീവ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ എണിച്ചിട്ട് ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്നതാണ് കേട്ടോ. രാവിലെ വെറും ഒരു ഗ്ലാസ് ചായ കുടിച്ചതിന് ശേഷം എനർജി കിട്ടും. പിന്നെ രാവിലെ കറണ്ടൊന്നും ഉണ്ടായിട്ടാ. കറണ്ട് ഇല്ലാത്തതുകൊണ്ട് പത്തൽ ചൂടാൻ വേണ്ടിയിട്ട് അരി പോത്തിട്ടാണ് രാത്രി കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ രാവിലെ നോക്കുമ്പോൾ കറണ്ടില്ല. അപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇൻവെർട്ടറിൽ പത്തലിന് ഇറക്കാനകത്തെ കയ്യിലായിട്ട് കുറച്ച് പത്തലിന് അരച്ചിട്ടാ. ചിക്കൻ പത്തലും ടേസ്റ്റ് ഉണ്ടാവും, കുറച്ചിപ്പത്തിലും ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ കാസർഗോഡിന് കുറച്ചിപ്പത്തിൽ എന്നാണ് പറയുന്നത്. നിങ്ങൾ എന്ത് പറയുന്നതെന്ന് പറയണ്ട. ഇങ്ങനെ തേങ്ങ പിന്നെ നീരുള്ളി ജീരകം എല്ലാം ഇട്ടിട്ട് വെള്ള അരിയില്ല, സ്റ്റോറിൽ നിന്ന് കിട്ടുന്ന അരി, ആ അരിനെ രാത്രി കുതിർത്തി വെച്ചിട്ട് നൈസായിട്ടല്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ആക്കിയിട്ട് അരച്ചെടുക്കലാണ്. അപ്പോൾ ഇൻവെർട്ടറിൽ അതേ അരിയൊന്ന് വിചാരിച്ചത് ഞാൻ അതിനെ അരച്ചെടുത്തിന് കേട്ടോ. നല്ല ടേസ്റ്റ് ആകുന്നുണ്ട്. അപ്പം ഉമ്മലുണ്ടത് കൊണ്ട് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാന്ന് വെച്ചാൽ പിള്ളേരൊന്നും കഴിക്കില്ല കേട്ടോ. അവർക്ക് രാത്രിത്തെ പൂരി ബാക്കി ഉണ്ടായിരുന്നത് ചൂടാക്കിയിട്ട് അവർക്ക് കൊടുത്ത് ഞമ്മ കുറട്ടിപ്പത്തിൽ കഴിച്ചിട്ടാ. അങ്ങനെ രാവിലെ തന്നെ ബെഡ്ഷീറ്റിലെടുത്തിട്ട് ബ്ലാങ്കറ്റിലെ കൊട്ടി വിരിച്ചിട്ട് എല്ലാം കൊട്ടി വിരിച്ചിട്ട് മാറ്റാമെന്ന് വിചാരിച്ച്. ഈ മഴക്കാലത്തല്ല കേട്ടോ, പെട്ടെന്ന് ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ ഇങ്ങനെ ഒരു നളുപ്പ് പോലെയാണ്. അപ്പോൾ ഒരു പാങ്ങുണ്ടാവില്ലൊക്കെ എടുക്കാൻ. അങ്ങനെ ഒരു എല്ലാം അങ്ങനെ ഒരു 3-4 ദിവസത്തേക്ക് ഒരിക്കലാണ് കേട്ടോ ബെഡ്ഷീറ്റൊക്കെ എടുക്കൽ. ഇത് പെട്ടെന്ന് തന്നെ എടുക്കേണ്ടി വന്നു. പിന്നെ മോന് പുറത്ത് സൈക്കിളെല്ലാം കളിച്ചിട്ട് അതേരോട് വരുമ്പോൾ ബെഡിലെ ബെഡ്ഷീറ്റൊക്കെ പൊട്ടാന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് 2 ദിവസത്തേക്ക് ഒരിക്കൽ തന്നെ മാറ്റേണ്ടി വന്ന്. ഞാൻ കുറച്ച് ദിവസമേ ആയിട്ട് കേട്ടോ എൻ്റെ പുരക്ക് വന്നിട്ട് കുറേ ദിവസമായി ഇല്ലാതെ, 10-15 ദിവസമായി പുരയിലില്ലാത്ത. ഉമ്മ അപ്പം അതിന് പോയത് കാരണം എൻ്റെ പുരൽ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഒരു പ്രാവശ്യം വന്നപ്പാടിൻ്റെ ബെഡ്ഷീറ്റൊക്കെ മാറ്റിയായിരുന്നു. ഇപ്പോൾ ആകെ 2 ദിവസമായിട്ട് വീണ്ടും മാറ്റേണ്ടി വന്ന്. അങ്ങനെ എല്ലാം കൊട്ടി വിരിച്ചതിന് ശേഷം ഒന്ന് അടിച്ച് തോർത്ത് ക്ലീനാക്കാന്ന് വെച്ചിട്ടാണ്. വേനൽക്കാലത്ത് പോയല്ല കേട്ടോ, മഴക്കാലത്ത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഉള്ളൊക്കെ ഇങ്ങനെ പൊട്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് അടിച്ച് ക്ലീനാക്കി എടുക്കാമെന്ന് വിചാരിച്ച് രാവിലെ ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ചിട്ടുള്ള പണിയാട്ടത്. അപ്പം ചായയൊക്കെ പിന്നെ കുടിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഡെയിലി അടിച്ച് വാരാൻ തോർത്തലൊന്നും ഇല്ല കേട്ടോ. ഒരു ദിവസം അടിച്ച് വാരിയാൽ പിറ്റേ ദിവസം തോർത്തലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഡെയിലി തോർത്തൽ അങ്ങനെയൊന്നുമില്ല. ഒരു ദിവസം തോർത്തും നെക്സ്റ്റ് ഡേ തോർത്തില്ല കേട്ടോ. പിന്നെ മഴക്കാലമായതുകൊണ്ട് ഡെയിലി തോർത്തേണ്ടി വരുന്നത്. അല്ലാത്ത സമയത്താണെങ്കിൽ ഞാൻ ഡെയിലി അടിച്ച് തോർത്തില്ല. കണ്ടില്ല, നല്ല വെയിലാണ് കേട്ടോ. 2 ദിവസം നല്ല വെയിലാണ്. 2 ദിവസം മുന്നേ ഉണ്ടായത് അത്ര മഴയാണ് കേട്ടോ. മഴക്ക് കുറേ പേര് വെള്ളത്തിൽ പോയിട്ട് പോയിട്ടും വെള്ളത്തിൽ മുങ്ങിയിട്ടും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിറ്റ് ഔട്ടിൽ വന്നിട്ട് നോക്കുമ്പോൾ നല്ല വെയിലായിരുന്നു കേട്ടോ. അങ്ങനെ മാച്ചിങ് കൊണ്ട് ഞാൻ വന്നിട്ട് കേട്ടോ. ഫുള്ളൊന്ന് അടിച്ച് വാരി ക്ലീനാക്കാന്ന് വെച്ച് എത്ര പ്രാവശ്യം അടിച്ച് ക്ലീനാക്കിയെങ്കിൽ ഓരോ കടലാസും പേപ്പറൊക്കെ കട്ടാക്കിയിട്ട് കൊടുന്നിട്ട് ഇങ്ങനെ തള്ളോട്ടെ. എത്ര വേസ്റ്റ് ബോക്സ് ഉണ്ടെങ്കിലും ഒരിക്കലും അങ്ങനത്തെ പ്രശ്നമേ അല്ല. എല്ലാം കൊടുന്നിട്ട് റൂമിലിടുന്നുണ്ട്. ഫുള്ള് കച്ചറ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒന്ന് സിറ്റ് ഔട്ടെല്ലാം ക്ലീനാക്കിയിട്ട് വന്ന ശേഷം ബെഡ്റൂം ക്ലീനാക്കി അങ്ങനെ ബാക്കിയെല്ലാം ക്ലീനാക്കി എടുക്കാന്ന് വെച്ചാൽ ഒരു സൈഡേ അടിച്ചിട്ട് എടുത്തിന് കേട്ടോ. തോർത്താൻ അത്ര പണിയില്ല കേട്ടോ. എനിക്ക് അടിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാട്. എല്ലാ മുക്കിലും മുറിയിലും പെട്ടെന്നൊന്നും അങ്ങനെ മാച്ചി എത്തിപ്പിടിക്കില്ല. തോർത്താൻ ഞാൻ മടി കാട്ടല്ല കേട്ടോ, അടിക്കാനാണ് കേട്ടോ ഭയങ്കര മടി. എന്ന് വെച്ചെങ്കിൽ എത്ര പൊടി അടിച്ചാലും പൊടി തീരൂല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തോർത്താൻ ഭയങ്കര പാടാണ്. അങ്ങനെ അടിച്ചിട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം ചായ കുടിക്കാമെന്ന് വെച്ചിട്ടുണ്ട്. ഞാനും ഉമ്മ ഒന്നിച്ചിരുന്നിട്ട് ചായയും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ നല്ല കുറച്ചിപ്പത്തിലും ചിക്കൻ്റെ മുളക് കറിയും ചാറും 2 ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂട്ടി നല്ല പാങ്ങി ചായ കുടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഇപ്പത്തിലാക്കാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ആക്കി നോക്കട്ടെ. ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരട്ടെ. ഒന്നുമില്ല, ചെറിയ പണിയിൽ പെട്ടെന്നാണ് അടിപൊളി അപ്പം കൂടിയാണ് കേട്ടോ. അപ്പോൾ കറണ്ടൊന്നും ഇല്ലെങ്കിൽ ഇതുപോലത്തെ അപ്പം ഉണ്ടാക്കിയിട്ട് കഴിക്കാം. അങ്ങനെ ചായയിലെ കുടിച്ചതിന് ശേഷം ചെറുപയറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചെറുപയർ വെള്ളത്തിലിട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി കുക്കറിൽ വേവിച്ചിട്ട് എടുത്തിട്ടാണ്. പിന്നെ റൈസ് കുക്കറിൽ
ചോറിങ്ങനെ കീച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല പാലം തോർത്തി എടുക്കാമെന്ന് വെച്ച് അടിച്ചിട്ട് അപ്പം തന്നെ തോർത്തിയില്ലാങ്ങില്ലേ പിന്നെ ഫുള്ള് പൊടിയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് പിന്നെ രണ്ടാമത് ആദ്യം അടിക്കാണ്ട് തോർത്താൻ പറ്റുന്നില്ല. അതുകൊണ്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം തോർത്താൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ രണ്ടാമത് ആദ്യം അടിക്കേണ്ടി വരും തോർത്തുന്ന സമയത്ത്. അടിച്ച് കഴിഞ്ഞാൽ സ്പോട്ടിന് തന്നെ എനിക്ക് തോർത്തണം കേട്ടോ. അങ്ങനെ ഉള്ളിലൊക്കെ തോർത്തി കഴിഞ്ഞതിന് ശേഷം സിറ്റൗട്ടും കൂടി തോർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സിറ്റൗട്ടൊക്കെ ഫുള്ള് നായൊക്കെ കയറിയിട്ട് ഫുള്ള് അലമ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബലയൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലും ബല ഫുള്ള് പൊട്ടിച്ചിട്ട് ഉള്ളിലേക്ക് വന്നിട്ട് കേട്ടോ. അങ്ങനെ മാറ്റെല്ലാം എടുത്തിട്ട് ഫുള്ള് ക്ലീൻ ആക്കിയിട്ട് നല്ല വെയിലുള്ളത് കൊണ്ട് മാറ്റൊക്കെ നല്ല പാലം ഉണങ്ങിയിരുന്നു കേട്ടോ. പിന്നെ വെയിലെന്ന് പറഞ്ഞാൽ ഇത്ര ദിവസം മഴ പെയ്തിട്ടേ ഇല്ല, അങ്ങനത്തെ ഒരു തരത്തിലാണ് കേട്ടോ വെയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അത്രക്കും വെയിലായിരുന്നു, അടിപൊളി വെയിലാണ് കേട്ടോ. അതുകൊണ്ട് കുറേ പേർക്ക് നല്ല ഉപകാരമായിട്ടുണ്ടാവും. വെയിൽ വരുമ്പോൾ അങ്ങനെ ചൂടും കൂടി ഉണ്ട് കേട്ടോ. അങ്ങനെ മാറ്റൊക്കെ ഫുള്ള് ക്ലീൻ ആക്കി വെയിലത്ത് ഉണക്കിയതിന് ശേഷം ഞാൻ ഫുള്ള് സ്റ്റെപ്പിലേക്ക് ഇട്ടായിരുന്നു കേട്ടോ. എൻ്റെ സ്റ്റെപ്പ് നനയില്ല കേട്ടോ. താഴത്തെ ഒരു സ്റ്റെപ്പ് മാത്രമേ നനയുള്ളൂ മഴ കൊണ്ടെങ്കിൽ, ബാക്കി 3 സ്റ്റെപ്പും മഴ കൊണ്ടെങ്കിൽ നനയല്ല കേട്ടോ. കാരണം ഉള്ളിലാണ് സ്റ്റെപ്പ് ഉള്ളത്. തോർത്തിട്ടില്ല അതിന് ശേഷം ഇതുപോലെ നല്ല മാറ്റിട്ടില്ല ഒരു സമാധാനമാവില്ല കേട്ടോ. അലക്കിയ മാറ്റ് തന്നെ ഇടണമെന്ന് എനിക്ക് നിർബന്ധമാണ്. കാരണം വെച്ചെങ്കിൽ അല്ലെങ്കിൽ പിന്നെയും അതേ ഇത് കൊണ്ട് ഉള്ളിലേക്ക് വരുന്നത് കൊണ്ട് ഞാൻ അലക്കിയ മാറ്റ് മാത്രമാണ് കേട്ടോ തോർത്തി കഴിഞ്ഞതിന് ശേഷം ഇടാറ്. അങ്ങനെ തോർത്തിട്ടില്ലായിട്ടാകുമ്പോൾ ഒരു സ്മെല്ല് പോയിട്ടേ ഇല്ല കേട്ടോ. എല്ലാ മരുന്നിട്ട് തോർത്തിട്ടും ഒരു ചാപ്പൽ മണം എന്ന് നമ്മൾ പറയും, ആ മണം പോയിട്ടേ ഉണ്ടായിട്ടാ. അപ്പോൾ അതുകൊണ്ട് ഊത് കത്തിച്ച് വെക്കാന്ന് വെച്ച് കുറച്ച് സമയം ഡൈനിങ് ടേബിളിൽ വെച്ച് പിന്നെ ലിവിങ്ങിൽ വെച്ച് പിന്നെ ബെഡ്റൂമിലൊക്കെ ഇങ്ങനെ കൊണ്ടു നടന്നിട്ടാ. എല്ലായിടത്തും എത്തിയിട്ടാകുമ്പോൾ ചെറിയ നല്ലൊരു മണം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഊതുന്ന്. അപ്പോൾ കത്തിക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ തോർത്തിയതിന് ശേഷമില്ല ഊത് കത്തിച്ചെങ്കിൽ നല്ലതാട്ടാ. ഈച്ച പോകാനും എല്ലാത്തിനും നല്ലതാണ്. ബെഡ്റൂമിലൊക്കെ എല്ലായിടത്തിലൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് നല്ലൊരു മണാക്കി വെച്ചിട്ട് വന്നിട്ട് അലക്കാനൊന്നും ഉണ്ടായിട്ടോ. അലക്കാനൊന്നും ഇല്ലാത്തതുകൊണ്ട് കുളിച്ച് ഫ്രഷായിട്ട് വന്നതിന് ശേഷം ചോറൊക്കെ വെച്ചിട്ട് വെറുതെ കുറേ സമയം അവിടെ ഇരുന്നിട്ട് കേട്ടോ. പിന്നെ കുറച്ച് സമയത്തേക്ക് വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായിട്ട് അങ്ങനെ വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ വീണ്ടും കൂടി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. മിച്ചറും കൂട്ടിയിട്ടാ ചായ കുടിക്കുന്നത്. എന്തുണ്ടെങ്കിലും ഇതുപോലെ കഴിക്കാനാട്ടെ ഇഷ്ടം. പിന്നെ ഞാൻ ഫ്ലിപ്കാർട്ടിൽ ഒരു സാധനം ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആർക്ക് വെച്ചെങ്കിൽ നെയാസിനാണ്. അപ്പോൾ അവനോട് പറഞ്ഞിട്ടുണ്ടായിട്ടാ. എനിക്കൊന്ന് സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ടായിട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കിട്ടിയിട്ട് എനിക്ക് സന്തോഷമായിരുന്നു കേട്ടോ. എനിക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലായിരുന്നു. കാരണം ഞാൻ കവർ പൊട്ടിച്ചിട്ട് നോക്കിയതിന് ശേഷമാണ് കേട്ടോ അവനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ ക്യാമറ ഓൺ ആക്കി വെച്ചത് ഓനിക്ക് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഓനിക്ക് അത് ഇട്ട് കൊടുത്ത് റെയിൻ കോട്ടാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. റെയിൻ കോട്ടാണ്. അപ്പം ഞാൻ ഓർഡർ ചെയ്ത സാധനം ബ്ലൂ ആണ് കേട്ടോ. എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് റെഡാണ്. എന്നാലും പ്രശ്നമില്ല, റെഡും നല്ല രസമുണ്ടായിരുന്നു. ഇത് എത്ര ദിവസം ഉണ്ടാവും എന്നറിയില്ല കേട്ടോ. ചെറിയ റേറ്റിന് ഓർഡർ ആക്കിയ സാധനമാണ്. പക്ഷേ ഓനിക്ക് എത്ര റേറ്റിൽ ഓർഡർ ആക്കിയെങ്കിലും ഓനിക്കത് കുറേ ദിവസം നിൽക്കില്ല കേട്ടോ. ഒരു ദിവസം ഉണ്ടെങ്കിൽ ഭാഗ്യമെന്ന് പറയാം. നല്ല രസമുണ്ടായിരുന്നു. നല്ല ഇട്ടിട്ട് കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം എനിക്കൊരു കുട വാങ്ങിയായിരുന്നു. അത് ഒരു ദിവസമേ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത്തെ ദിവസമാകുമ്പോൾ അത് പോയിന് കേട്ടോ. അത്രക്കും എനിക്ക് ഏതൊരു സാധനവും എനിക്ക് ഒറ്റ ദിവസമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതും ഒരു ദിവസം ഉണ്ടെങ്കിൽ ഭാഗ്യമൊന്ന് പറയാം. പിന്നെ ഇപ്പോൾ ഈ മഴയും വെയിലും ഒന്നും നോക്കില്ല കേട്ടോ. സൈക്കിളിൽ കളിയാണ് കേട്ടോ. അപ്പോൾ ഇത് റെയിൻ കോട്ടൊക്കെ ഇട്ടിട്ട് എനിക്ക് സന്തോഷമായി. അത് പിന്നെ കീച്ച് വെച്ചിട്ട് പിന്നെ അവന് സൈക്കിളിൽ കളിക്കാൻ വേണ്ടിയിട്ട് പോയിന് കേട്ടോ. നല്ല മഴ വന്നിട്ടുണ്ടായിരുന്നു. ആ മഴയത്താണ് കേട്ടോ അവൻ സൈക്കിളിൽ കളിച്ചിട്ടുണ്ടായിരുന്നത്. മഴ വന്നെങ്കിൽ നമ്മളെ മുറ്റത്തിൻ്റെ അവസ്ഥ ഇതാണ് കേട്ടോ. ഫുള്ള് ജെല്ലിട്ടതിൻ്റെ അപ്പുറം റോഡ് ഫുള്ള് ചെളിയാണ് കേട്ടോ. ഇതുപോലത്തെ ചെളിയാണ് കേട്ടോ. മഴ കഴിഞ്ഞിട്ടാകുമ്പോൾ അതങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോവുകയും ചെയ്തു. നല്ല മഴ വരുന്ന സമയത്ത് മാത്രമേ ഇതുപോലത്തെ ചെളി ഉണ്ടാവാറുള്ളൂ. പിന്നെ നമ്മൾ തന്നെ റോഡായതുകൊണ്ട് നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. കാരണം മുറ്റത്ത് തന്നെ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇടുങ്ങിയതാണ് കേട്ടോ. എന്ത് ചെയ്യാനും മദ്രസിലേക്ക് പോകുമ്പോൾ കാണട്ടെ ഭയങ്കര ബുദ്ധിമുട്ട്. രാവിലെയൊക്കെ മദ്രസിലേക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനി സ്കൂളും മദ്രസൊക്കെ തുടങ്ങുന്ന സമയമാകുമ്പോൾ കേട്ടോ ബുദ്ധിമുട്ട് വരുന്നത്. കാരണം വൈറ്റ് ഡ്രസ്സിലാണ് കേട്ടോ മദ്രസിലേക്കെല്ലാം പോകുന്നത്. ആ സമയത്ത് ഡ്രസ്സിലേക്കെല്ലാം ചളിയാകുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടാകുന്നുണ്ട്. ഒരു ദിവസം മദ്രസയിൽ നിന്ന് വാന് മുറ്റത്തേക്ക് തന്നെ വന്നിട്ട് കൂട്ടിയിട്ട് പോയിന് കേട്ടോ. അതൊരു സന്തോഷമായിട്ടുണ്ടായിരുന്നു. ഉസ്താദിനോട് പറയും ഉസ്താദ് മുറ്റത്തേക്ക് തന്നെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നിട്ട് കൂട്ടിക്കൊണ്ട് പോയതാണ് കേട്ടോ. പിന്നെ ഈ ചളിയിലെ കൂട്ടിയിട്ട് എങ്ങനെ മദ്രസയിലേക്ക് പോകാനാ? അങ്ങനെയാണ് കേട്ടോ വേന മുറ്റത്തേക്ക് തന്നെ വന്നത്. പിന്നെ ഒരു സൈഡിലേക്ക് കൂടിയിട്ട് പോകാൻ പറ്റുന്നുണ്ട്, എന്നാലും ഫുള്ള് ചളിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് ഈ മഴ വന്നത് കൊണ്ടുള്ള ചളിയാണ്. 2 ദിവസം മുന്നേ നല്ല മഴ വന്നതിനുള്ള ചളിയാണ് കേട്ടോ. മഴ പോയതിനു ശേഷം ചളിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അൽഹംദുലില്ലാ. അപ്പോൾ എല്ലായിടത്തും ഈ പ്രാവശ്യത്തെ മഴയിൽ വെള്ളമൊക്കെ കയറിയിട്ട് ഭയങ്കര എല്ലാവരും നല്ല ബുദ്ധിമുട്ടിലുണ്ടായിരുന്നു. അൽഹംദുലില്ലാ ഞമ്മ അങ്ങനെ ഒരു ബുദ്ധിമുട്ടിലൊന്നും ഉണ്ടായിട്ട് നമ്മൾ സേഫായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സമാധാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരും. അതുവരേക്കും ബായ്.